ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ദി കോഴിക്കോട്. നമ്മൾ കുറച്ച് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൂനെ വാല ഫിൻകോർപ്പിന്റെ പേഴ്സണൽ ലോണിനെ പറ്റി. അത് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ളത്, ഒരു പേഴ്സണൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ആരും ക്യാഷ് കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കുന്നത്. പലരും ചോദിച്ചൊരു ഡൗട്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ട് ക്യാഷ് തരണമെന്നുള്ളത്. ആദ്യം തന്നെ നിങ്ങൾക്ക് വരുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഇന്റർഫേസ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് മൊബൈൽ നമ്പർ നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ടൈം എടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരു OTP വരും. OTP ക്ലിക്ക് ചെയ്തതിനു ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ, ആ 3 ക്ലിക്ക് ചെയ്തതിനു ശേഷം അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിൽ നിങ്ങളെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ പാൻ കാർഡ് നമ്പറിൽ എങ്ങനെയാണോ നെയിം ഉള്ളത് അത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, മാസം, ഡേറ്റ്, ഇയർ, ഇത് 3 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം ജെൻഡർ ഏതാണോ എന്നുള്ളത് അത് നോക്കുക. അതേപോലെ നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ, ഓക്കുപേഷൻ ടൈപ്സ് ഉണ്ടാവും, അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ എംപ്ലോയി നെയിം ആണ് പിന്നീട് ചോദിക്കുക. എംപ്ലോയി നെയിം എന്ന് പറയുമ്പോൾ നിങ്ങളെ സ്ഥാപനത്തിന്റെ ഏത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് വരുന്നത് മന്ത്ലി എത്രയാണ് സാലറി വരുന്നത്, ആ സാലറി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് എത്രയാണ് നിങ്ങൾക്ക് അവിടെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അതും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് താഴെയായിട്ട് വരുന്നത് അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങൾ ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ കോമ, കുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ടൈപ്പ് ചെയ്യാതിരിക്കുക. ജസ്റ്റ് സ്പേസ് ഇട്ടുകൊണ്ട് നിങ്ങളെ അഡ്രസ്സ് ഫുള്ള് ടൈപ്പ് ചെയ്യാം. അതേപോലെ പിൻകോഡ് ഉണ്ടാവും, ലാൻഡ്മാർക്ക് നിയറസ്റ്റ് എന്താണോ വരുന്നത് അത് ലാൻഡ്മാർക്ക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ അതിനുശേഷം താഴെ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്നതാണ് നിങ്ങളെ പാൻ കാർഡ് പോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണാം. അതിന് താഴെ ഉണ്ടാവും യെസ് ഇറ്റ്സ് മീ എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മേ ബി അത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ എനേബിൾ ചെയ്യാനായിരിക്കും ആ ഒരു ഇന്റർഫേസ് വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലൊക്കേഷൻ എനേബിൾ അതായത് ആക്സസ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കുക. എന്നിട്ട് ആവുന്നില്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷം ആക്സസ് ആവുന്നവരെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ ആക്സസ് ആയി കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം എടുക്കും, എന്നാൽ ആക്സസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ പാൻ കാർഡ്, ചിലർക്ക് പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് യെസ് ഇസ്മി ആയിരിക്കും വരിക, അല്ലെങ്കിൽ ലൊക്കേഷൻ്റെതായിരിക്കും വരിക. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോണ് പാസ്സാവുമോ, എത്ര രൂപ പാസ്സാവും, ഇതായിരിക്കും ഇനി വരിക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ പൂനെ വാലന്റെ എക്സിക്യൂട്ടീവ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഇത്ര രൂപ പാസ്സായിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ഇനി കോള് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എത്രയാണോ പാസ്സായത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതാണ്. ഇപ്പൊ പേഴ്സണൽ ലോൺ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഫ്രീ കോൾസും വരും, അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പൂനെ വാലിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതുപോലത്തുള്ള മറ്റു വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു.